ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023-ൽ റിലീസ് ചെയ്ത മുഖചിത്രം എന്ന ത്രില്ലർ മൂവിയാണ്. ഇതിൽ മായ എന്നൊരു പെൺകുട്ടി തന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന രാജിനെ പ്രണയിക്കുന്നു. എന്നാൽ രാജ് മഹതി എന്ന ഗ്രാമീണ പെൺകുട്ടിയാണ് വിവാഹം ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ ഒരു നാൾ മഹതി മരിക്കുന്നു. അതേ ടൈം മായ ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് അവളുടെ മുഖം നന്നായി ഇഞ്ചുറി ആകുന്നുണ്ട്. അപ്പോൾ മഹതിയുടെ മുഖമാണ് മായയ്ക്ക് വേണ്ടി ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ശേഷം രാജ് മായയെ വിവാഹം കഴിക്കുകയുണ്ടായി. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നാൽ റിയൽ ലൈഫിൽ ചിലർ അനുഭവിക്കുന്ന സംഭവങ്ങളാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയായ രാജ് വീൽ ചെയറിൽ കോടതിയിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. മറുവശത്ത് ഫ്രണ്ട് മൊത്തം കാറിലിരിക്കുന്ന മായയെ കാണിക്കുന്നു. ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. രാജിന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഫേമസ് ക്രിമിനൽ ലോയർ ആണ്. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ മറ്റു ലോയേഴ്സ് പേടിച്ച് വിറയ്ക്കുമെന്നാണ് ഒരു ലോയർ ഇവിടെ പറയുന്നത്. അപ്പോൾ മായയ്ക്കും രാജിനുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു വർഷത്തിന് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. ഇവിടെ രാജാണെങ്കിൽ ഒരു ഫേമസ് ഫേസ് ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ് ആണ്. അവന്റെ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഫേസ് ഡാമേജ് ആയി. എന്നാൽ അന്നത്തെ സ്ഥിതിയിൽ അമ്മയ്ക്ക് ഫേസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാണ്ട് അമ്മ മരിച്ചുപോയി. അപ്പോൾ അന്നേ ഞാനൊരു തീരുമാനമെടുത്തു, ഒരു ഫേസ് ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുമെന്ന് രാജ് ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ച് പറയുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് തലയ്ക്ക് ഇഞ്ചുറി ആയ ഒരു പേഷ്യന്റിനെയും കൂട്ടി മായ എന്ന പെൺകുട്ടി വരുന്നു. അവൾ രാജിനെയും രാജിന്റെ ഫ്രണ്ടായ ഡോക്ടർ സത്യയും കണ്ടിട്ട് രണ്ടുപേരെയും ഹഗ് ചെയ്യുന്നു. ഈ മായയും രാജും സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അപ്പോൾ രാജ് ഈ പേഷ്യന്റ് ആരാണെന്ന് മായയോട് ചോദിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് മായ ഒരു റൈറ്റർ ആണ്. അവൾ ഇതുവരെ 12 റൊമാൻറ്റിക് സ്റ്റോറീസ് ആണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ പുതുതായി ഒരു ക്രൈം സ്റ്റോറി എഴുതിയിട്ട് അത് ബോസിനെ കാണിക്കുന്നു. ബോസ് ഇത് വായിച്ചിട്ട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ഈ സ്റ്റോറിക്ക് വേണ്ടി 10 ലക്ഷം രൂപ ഓഫർ ചെയ്തു. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അയാളുടെ കൂടെ ഗോവയിലേക്ക് ചെല്ലണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മായ കയ്യിലിരുന്ന ഫോർക്ക് വെച്ച് അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. സോ അയാളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതാണെന്ന് മായ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജിന്റെ ഫോണിലേക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആര് സെൻഡ് ചെയ്യുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് രാജിന്റെ മുഖത്ത് സ്മൈൽ വിടരുന്നുണ്ട്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് രാജിന്റെ ഫോണിൽ കണ്ട ആ പെൺകുട്ടിയാണ്. അവളുടെ പേര് മഹതി. മഹതി 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു. മാത്രമല്ല അച്ഛനെയും കുടുംബത്തിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഇന്നസെന്റായ ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. അതേ ടൈം ഒരു ബ്രോക്കർ മഹതിയുടെ അച്ഛന്റെ അടുത്തേക്ക് ഒരാലോചനയുമായി വരുന്നു. എന്നാൽ ചെറുക്കൻ വീട്ടുകാർ സ്ത്രീധനം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് മഹതി ആ ആലോചന നിരസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അടുത്ത ദിവസം രാജ് മഹതിയുടെ ഫോട്ടോ കണ്ടിട്ട് അവളുടെ അഡ്രസ് കണ്ടുപിടിച്ച് ചേട്ടനെയും ചേട്ടത്തെയും കൂട്ടി മഹതിയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രോക്കർ ഷോക്കായി. കാരണം രാജിന് മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ അയക്കുന്നതിന് പകരം മഹതിയുടെ ഫോട്ടോ അബദ്ധവശാൽ അയച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് ബ്രോക്കർ അവരോട് പറഞ്ഞെങ്കിലും രാജ് പെൺകുട്ടിയെ കാണാൻ ഉത്സാഹപ്പെടുന്നു. അങ്ങനെ രാജ് മഹതിയെ കണ്ടിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, തന്റെ സ്വഭാവത്തെ പറ്റി അറിയാൻ 2 ദിവസമായി തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ താൻ ഇന്നസെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അവിടെ പൂവൊന്നും കാണാത്തതിനാൽ അവൾ കൊടുത്ത ചായ കൊടുത്ത് മഹതിയെ രാജ് പ്രപ്പോസ് ചെയ്യുന്നു. മഹതിക്കും രാജിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ രാജ് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി സത്യയും മായയും ക്ലബിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ്. മായ രാജിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ രാജ് ഇതുപോലെ ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാണെന്നും എന്നിട്ട് മഹതിയുടെ ഫോട്ടോ സത്യമായി കാണിക്കുന്നു. അപ്പോൾ മായ വളരെ നെഗറ്റീവായി സംസാരിക്കുകയാണ്. ആ പെണ്ണിനെ എന്തിനു കൊള്ളാം, അവൾ രാജിന് ചേർന്ന പെണ്ണല്ല, അവൾ ഒരു ഗ്രാമീണ പെണ്ണല്ലേ, പിന്നെ എങ്ങനെ അവന് ചേരാനാണ്? ഇതെല്ലാം കേട്ട് സത്യം മായയോട് ചോദിക്കുകയാണ്, നിനക്ക് അവളോട് അസൂയ തോന്നുന്നുണ്ടോ? നീ പഴയ കാര്യങ്ങളൊന്നും മറന്നില്ലേ? നിനക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാണോ? ആ ടൈമിൽ മായ ഓർക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് മായയുടെയും രാജിന്റെയും സ്കൂൾ കാലഘട്ടം. അവരിപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിനോടൊപ്പം ചെറിയൊരു ക്രഷ് കൂടി ഉണ്ടായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിരുന്നു. രാജിന് ഡോക്ടർ ആകണമെന്നും മായയ്ക്ക് ടീച്ചർ ആകണമെന്നുമായിരുന്നു ആഗ്രഹം. എന്നാൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അധിക നാൾ തുടർന്നു പോയില്ല. കാരണം രാജ് US-ലേക്ക് പോവുകയുണ്ടായി. അതോടെ അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും മായ അവനെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മായ സത്യയോട് തുറന്നു പറയുമ്പോൾ സത്യ പറയുന്നു, നീ അതൊക്കെ വിട്ടേരെ, ചെറിയ പ്രായത്തിൽ നിനക്ക് ടീച്ചർ ആകണമെന്നായിരുന്നല്ലോ ആഗ്രഹം, എന്നാൽ നീ ഇപ്പോൾ അതല്ലല്ലോ, അതുപോലെ ഇതിനെയും അതിന്റെ വഴിക്ക് വിട്ടേക്കാനെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ രാജ് മായയുടെ വീട്ടിലേക്ക് വരുന്നു. അവന്റെ കയ്യിൽ ഒരു ബോട്ടിലുമുണ്ട്. നീ എന്താ ഇത്ര രാവിലെ വന്നതെന്ന് മായ ചോദിക്കുമ്പോൾ രാജ് പറയുന്നു, ഒരു ഗുഡ് ന്യൂസ് നിന്നോട് പറയാനുണ്ട്. അവന്റെ ഗുഡ് ന്യൂസ് എന്താണെന്ന് മായയ്ക്കറിയാമല്ലോ. മായയ്ക്ക് അവനെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിനാൽ അവൾ വേഗം കിച്ചണിലേക്ക് പോകുന്നു. പിറകെ അവനും ചെന്നിട്ട് ഇതുപോലെ ഞാൻ ഇന്നലെ ഒരു പെണ്ണ് കാണാൻ പോയിരുന്നു, അവളുടെ പേര് മഹതി എന്നാണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി. ഇതെല്ലാം കേട്ടപ്പോൾ അത്രയും നേരം കൺട്രോൾ ചെയ്തു നിന്ന മായ അവനോട് വയലന്റ് ആകുന്നു. ഞാൻ ഇന്നേക്ക് വരെ നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ഞാൻ എഴുതിയ 12 ലവ് സ്റ്റോറിയിലെ ഹീറോയിന്റെ പേര് നിന്റെ
നിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് അറിയാമോ? അവിടെയെല്ലാം നിന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ നീ എന്നോട് അന്ന് കാണിച്ചത് വെറുമൊരു തമാശയായിരുന്നു. ഇത് കേട്ട് രാജ് ഷോക്കായി. ഇവൾക്ക് ഇപ്പോഴും എന്നോട് പ്രണയമോ? അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ പ്രായത്തിൽ തോന്നിയ ഒരടുപ്പമായിട്ട് മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. നീ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റൊരു ലൈഫ് തിരഞ്ഞെടുക്കണം. ഇതെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് ക്ഷണക്കത്ത് കൊടുത്തിട്ട് കല്യാണത്തിന് ക്ഷണിക്കുന്നു. മായ കല്യാണത്തിന് വരുമെന്ന് ഉറപ്പ് നൽകി. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് പ്രസന്റിൽ രാജിന്റെ ലോയറിന്റെ അടുത്തേക്ക് അയാളുടെ വൈഫ് വരുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ അവളുണ്ടാക്കിയ ഫുഡ് ഭർത്താവിന് നൽകാനായി സന്തോഷത്തോടെ അവൾ നേരിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു കേസ് ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മകന് വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നതെന്ന് ലോയർ പറയുമ്പോൾ ആ വാദം കാണാൻ വൈഫ് വളരെ എക്സൈറ്റഡ് ആകുന്നു. അടുത്തതായി കാണിക്കുന്നത് മഹദിയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ മഹദിയുടെ അമ്മായി മഹദിയുടെ അച്ഛനോട് വല്ലാത്ത നീരസം കാണിക്കുന്നു. കാരണം മഹദിയെ അമ്മായിയുടെ മകനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു അമ്മായിയുടെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. അതിന്റെ നീരസമാണ് അമ്മായി കാണിക്കുന്നത്. ഇതിനുശേഷം ഇവരുടെ കല്യാണത്തിന് മായ വളരെ സ്റ്റൈലായി ഒരുങ്ങി വന്നിട്ടുണ്ട്. കൂടെ സത്യയുമുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായി അമ്മായിയുടെ അടുത്താണ് മായ വന്നിരിക്കുന്നത്. മായയ്ക്ക് വലിയ താല്പര്യമില്ലാതെ ഓരോ ചോറ് വീതമാണ് വായിൽ വെക്കുന്നത്. ഇത് കണ്ട അമ്മായി ഇങ്ങനെയല്ല മോളെ തിന്നേണ്ടതെന്ന് പറഞ്ഞ് കറി ഒഴിച്ച് അവൾക്ക് വാരി കൊടുക്കുന്നു. ഇത് മായയ്ക്ക് നന്നായി ഫീൽ ചെയ്തു. കാരണം അവൾ ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല. താമസിക്കാതെ അവർക്കിടയിൽ ഒരമ്മ മകൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. അതിനുശേഷം മഹദി ഫാമിലിയോട് യാത്ര പറഞ്ഞിട്ട് രാജിന്റെ കൂടെ പോകുന്നു. രാജ് മഹദിയും അങ്ങനെ റൊമാൻറ്റിക് കപ്പിളായി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഇതിനിടയിൽ അവർ രണ്ടുപേരും കൂടി മായയുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ട് അവൾക്ക് ചെറിയ സങ്കടം തോന്നുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നല്ല രീതിയിലാണ് അവൾ അവരോട് പെരുമാറിയിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം മായയും ഫ്രണ്ടും കൂടി അവരുടെ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനിടയിൽ ഫ്രണ്ട് മായയോട് പറയുകയാണ് അവർ രണ്ടുപേരും അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. നീ ഇനിയെങ്കിലും നിന്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക. എന്നാൽ മായ ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് അവൾ ഹെൽമറ്റ് ഇടാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഈ ആക്സിഡന്റ് കുറച്ച് സീരിയസ് ആയിരുന്നു. അവളുടെ മുഖത്ത് നല്ല ഇഞ്ചുറി ആയിട്ടുണ്ട്. ഇതേ സമയം മഹദി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആകുന്നു. ഈ വിവരം രാജിനോട് പറയാനായി വരുമ്പോൾ രാജിന് ഒരു കോൾ വരികയാണ്. ആ കോൾ മായയുടെ ആക്സിഡന്റ് വിവരം ആരോ അവനെ വിളിച്ചറിയിച്ചതാണ്. അങ്ങനെ രാജും മഹദിയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പോൾ ഡോക്ടർ രാജിനോട് പറയുന്നു മായയ്ക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ഉടൻ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആളിനെ കണ്ടെത്തണം. ഉടനെ മഹദി എന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്, ഞാൻ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൾ ബ്ലഡ് കൊടുക്കാനായി വരുമ്പോൾ നേഴ്സ് ചോദിക്കുകയാണ് നിങ്ങൾ പ്രഗ്നന്റ് ആണോ? അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് മഹദി തിരിച്ചു ചോദിക്കുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ബ്ലഡ് കൊടുത്താൽ ബോഡിക്ക് നല്ല ക്ഷീണം തോന്നും, മാത്രമല്ല അത് കുഞ്ഞിന് ആപത്താണെന്ന് നേഴ്സ് പറയുന്നു. അവൾ മായയുടെ അവസ്ഥ ഓർത്തിട്ട് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ബ്ലഡ് കൊടുക്കുന്നു. ബ്ലഡ് കൊടുത്തതിന് ശേഷം വളരെ അവശയായ മഹദിയും കൂടി രാജ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് മഹദിയുടെ ആവശ്യപ്രകാരം രാജ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് രാജ് മഹദിയെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നു നിനക്ക് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുടിച്ചോ, ഞാൻ ഉടനെ അങ്ങോട്ട് വരികയാണെന്ന്. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് മഹദിയുടെ അച്ഛൻ മഹദിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വീടിനുള്ളിൽ കയറിയിട്ട് മകളെ വിളിക്കുമ്പോൾ മകൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് ആ അച്ഛൻ കാണുന്നത്. ആ സമയം തന്നെ രാജും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇരുവരും കൂടി ചേർന്ന് മഹദിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ വളരെ വിഷമിച്ച് അദ്ദേഹത്തെ തന്നെ പഴിക്കുകയാണ്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്റെ മോളെ വിളിച്ചപ്പോൾ അവൾ എന്നെ കാണേണ്ട ധൃതിയിൽ ഓടി വരുന്ന കൂട്ടത്തിൽ കാൽ വഴുതി വീണതാണ്. ഞാൻ കല്യാണത്തിന് മുമ്പേ ജാതകം നോക്കേണ്ടതായിരുന്നു. ഇത് കേട്ടപ്പോൾ രാജുന് ദേഷ്യം വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എത്ര മുഖ്യമാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഭാര്യയുടെ ജീവൻ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അവൾ റിക്കവർ ആകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കാം. അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മഹദിയെ നോക്കിയ ഡോക്ടർ രാജിനെ വിളിച്ചിട്ട് പറയുന്നു മഹദി പ്രഗ്നന്റ് ആണെന്ന് മറച്ചു വെച്ചിട്ട് മായയ്ക്ക് ബ്ലഡ് നൽകിയില്ലേ? ഇവിടെ മഹദി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഡോക്ടർ പറയുമ്പോഴാണ് രാജ് അറിയുന്നത്. അപ്പോൾ ബ്ലഡ് കൊടുത്തതിന് ശേഷം അവളുടെ ബോഡി വളരെ വീക്കായതും അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചത്. സോറി, നിങ്ങളുടെ വൈഫിനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അവൾ മരിച്ചുപോയി. രാജ് വളരെ വിഷമിച്ച് മഹദിയുടെ ബോഡിക്കരികിൽ വന്നിരിക്കുന്നു. ആ ടൈമിൽ സത്യ അങ്ങോട്ടേക്ക് വരുമ്പോൾ രാജ് പറയുകയാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്നിട്ടും അവൾ അത് മറച്ചു വെച്ചിട്ട് മായയുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹപ്രകാരം മായ ജീവനോടെ ഇരിക്കണം. അത് പ്രകാരം രാജ് മഹദിയുടെ ഫേസ് എടുത്ത് മായയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ആ സർജറി വളരെ സക്സസ് ആയി. പിന്നീട് ബോധം വന്ന മായയുടെ അടുത്തേക്ക് രാജ് വരുമ്പോൾ മായ ആദ്യം തന്നെ മഹദിയെക്കുറിച്ചാണ് തിരക്കുന്നത്.
എന്നാൽ അവൻ അതിന് മറുപടി പറയാതെ നിന്റെ മുഖം കാണുമ്പോൾ നീ പാനിക്കാകരുതെന്ന് പറയുന്നു. ഉടനെ നേഴ്സ് അവൾക്ക് മുഖം നോക്കാനായി കണ്ണാടി കാണിക്കുന്നു. ആ കണ്ണാടി കണ്ട മുഖം കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മഹദിയുടെ മുഖം തനിക്ക് എങ്ങനെ വന്നു എന്നാണ് അവളുടെ സംശയം. അപ്പോൾ രാജ് അവളുടെ അടുക്കൽ വന്നിരുന്നിട്ട് നീ വിഷമിക്കേണ്ട, ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അവൾക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ലൈഫ് തിരിച്ചു തന്നതിന് രാജിനോട് അവൾ നന്ദി പറയുന്നു. അപ്പോൾ രാജ് അവളോട് പറയുന്നു, എനിക്കൊരു കണ്ടീഷനുണ്ട്. എൻ്റെ ഭാര്യ മരിച്ചുപോയി, പക്ഷേ ആ കാര്യം മഹദിയുടെ അച്ഛനും ഫാമിലിയും അറിഞ്ഞിട്ടില്ല. നീ ഒരു അനാഥയല്ലേ, നിനക്കൊരു ഫാമിലിയുടെ സ്നേഹം കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. സോ നീ അവരുടെ മുമ്പിൽ മഹദിയായി അഭിനയിക്കണം. മായ അതിനെ എഗ്രി ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മായ രാജിനോട് ചോദിക്കുകയാണ്, ഞാൻ അവരുടെ മകളായി മാത്രം ഇരുന്നാൽ മതിയോ, നിന്റെ ഭാര്യയാകണ്ടേ? ഇതിന് മറുപടിയായി രാജ് പറയുകയാണ്, ഞാനിപ്പോൾ അതിന് തയ്യാറല്ല, കുറച്ചുനാൾ കഴിയട്ടെ. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ് രാജ് മായയെ വിവാഹം കഴിക്കുന്നു. ഇവിടെ മായയുടെ മുഖം മഹദിയെ പോലെയാണെങ്കിലും അവൾക്ക് മഹദിയുടെ സ്വഭാവമല്ലല്ലോ. രണ്ടുപേർക്കും രണ്ട് ക്യാരക്ടറല്ലേ. സോ സത്യൻ രാജും അവളോട് മഹദിയെ പോലെ അനുകരിക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം മഹദിയുടെ വീട്ടുകാർ മകളെ കാണാനായി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു വിധത്തിലും സംശയം തോന്നാൻ പാടില്ല ഈ ഇരിക്കുന്നത് മഹദിയല്ലെന്ന്. എന്നിരുന്നാലും ഒരു ചെറിയ പിഴവ് പോലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ രാജ് അവരോട് പറയുന്നു, ആക്സിഡന്റിന് ശേഷം അവൾക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ടെന്ന്. മായയും അതേപോലെ അഭിനയിക്കുന്നു. ഇതിനിടയിൽ മായ അടുത്തിരുന്ന അമ്മായിയുടെ തോളിലേക്ക് തല വെക്കുമ്പോൾ അമ്മായിക്ക് വളരെയധികം സന്തോഷമായി. അധിക നേരം ഇവർ ഇവിടെ ഇരുന്നാൽ സംഭവം വഷളാകുമെന്ന് കരുതി മഹദിയുടെ ഹെൽത്ത് ഓക്കെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി കാണിക്കുന്നത് മായ അവളുടെ ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നു. ഫ്രണ്ടിന് മായയിൽ മഹദിയുടെ മുഖം കണ്ടിട്ട് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ മായയെ ഉപദേശിക്കുകയാണ്, രാജ് നിന്നിൽ മഹദിയെ മാത്രമേ കാണുന്നുള്ളൂ. നീ മഹദിയെ പോലെ ആകാൻ ശ്രമിക്കരുത്. നീ നീയായിട്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ അവന്റെ മനസ്സിൽ നിനക്ക് സ്ഥാനമുണ്ടാവുകയുള്ളൂ. അപ്പോൾ മായ പറയുകയാണ്, മഹദിയും രാജും ചേർന്ന് എനിക്കിപ്പോൾ ഒരു സെക്കൻഡ് ലൈഫ് തന്നിരിക്കുകയാണ്. അനാദിയായി എനിക്കിപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിന് വേണ്ടി മഹദിയായിരിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. മറിച്ച് ഞാൻ അത് എൻജോയ് ചെയ്യുന്നു. ഇതിനുശേഷം മായ വീട്ടിൽ വന്നിട്ട് മഹദിയെ പോലെ ഒരുങ്ങിയിട്ട് ഒരു മീറ്റിങ്ങിന് പോയിരിക്കുന്ന രാജിനെ വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ മായയെ കണ്ടിട്ട് രാജ് പറയുകയാണ്, എനിക്ക് മഹദിയെ ജീവനാണ്, നിന്നെയും ഇഷ്ടമാണ്. സോ മായായിട്ട് ഇരുന്നാൽ മതി എന്ന് രാജ് മായയോട് പറയുന്നു. അങ്ങനെ വീഡിയോ കോളൊക്കെ കഴിഞ്ഞിട്ട് മായ മഹദിയുടെ ഷെൽഫ് പരിശോധിക്കുമ്പോൾ മഹദിയുടെ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് കാണുന്നു. അവൾ അവളുടെ മുഖം വെച്ച് അൺലോക്ക് ചെയ്യുന്നു. കാരണം ഇത് മഹദിയുടെ മുഖം തന്നെയാണല്ലോ. ശേഷം അവൾ വാട്സപ്പ് ചാറ്റുകളെല്ലാം എടുത്തു നോക്കിയാണ്. അപ്പോൾ അമ്മ എന്ന പേരിൽ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് കാണുന്നു. മഹദിയുടെ അമ്മ മരിച്ചു പോയതാണ്. എന്നിരുന്നാലും ആ അമ്മയുടെ വാട്സപ്പ് മെസ്സേജിലേക്ക് ഒരുപാട് വോയിസ് മെസ്സേജ് മഹദി അയച്ചിരിക്കുന്നു. അത് ഓരോന്നും മായ എടുത്തു നോക്കുകയാണ്. ആദ്യത്തെ കുറെ വോയിസ് മെസ്സേജിൽ അവൾ പറയുന്നത് രാജമൊത്തമുള്ള അവളുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള വോയിസ് മെസ്സേജ് കേട്ട് മായ ഞെട്ടിപ്പോയി. കാരണം അതിൽ മഹദി പറയുന്നുണ്ട്, അവനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായേനെ. അതെന്താണെന്ന് വെച്ചാൽ രാജ് ശരിക്കും ഒരു കാമഭ്രാന്തനാണ്. മഹദിയെ വിവാഹം കഴിച്ചത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവൾക്ക് പീരിയഡ്സ് ആയിരുന്നാൽ പോലും സമയവും കാലവും നോക്കാതെ പൂജാമുറി എങ്കിൽ പൂജാമുറി അവൻ വെറുതെ വിടില്ല. എതിർത്താൽ കൈ കെട്ടി റേപ്പ് ചെയ്യും. ഇതെല്ലാം കേട്ട് മായ്ക്ക് വല്ലാത്ത വിഷമമായി. അവൾ മഹദിക്ക് വേണ്ടി രാജിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഉറപ്പിച്ചു. അതിന് മുന്നോടിയായി രാജില്ലാത്ത നേരം നോക്കി സത്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നൈസായി അവന്റെ രണ്ട് കൈയും കെട്ടി. ശേഷം ചുറ്റിക വെച്ച് അവന്റെ കാലിൽ അടിച്ചിട്ട് മഹദിക്കും രാജിനുമിടയിൽ എന്താണ് സത്യത്തിൽ നടന്നതെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം സത്യ എല്ലാം തുറന്നു പറയുകയാണ്. രാജ് ശരിക്കും സെക്സ് അഡിക്റ്റ് ആണ്. അവൻ മഹദിയെ കെട്ടാൻ കാരണം തന്നെ അവൾ ഗ്രാമീണ പെൺകുട്ടിയല്ലേ, അപ്പോൾ അവൻ റേപ്പ് ചെയ്താലും പ്രതികരിക്കില്ലെന്നായിരുന്നു അവന്റെ ധാരണ. എന്നാൽ ഒരു ദിവസം മഹദി സഹി കെട്ടി രാജിനെ അടിച്ചു. അതിൽ രാജ് വളരെ പ്രകോപിതനായി സത്യയോട് ഇതിനെപ്പറ്റി പറയുകയുണ്ടായി. അവൾ പാവമാണെന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ അവൾ എന്നെ അടിച്ചു. മായയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് ആ കല്യാണം വിളിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മായ കെട്ടാമായിരുന്നു. അവളായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാമായിരുന്നു. അന്ന് ഞാൻ കൺട്രോൾ ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് അവൻ സത്യയോട് പറയുന്നത്. ഇതിനുശേഷം മായയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു. മഹദി മായയ്ക്ക് ബ്ലഡ് കൊടുത്തതിന് ശേഷം മഹദിയെ കൊല്ലാനായി അവൻ പ്ലാൻ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മഹദി കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ ബോഡി ടയേർഡ് ആകാനുള്ള മെഡിസിൻ ചേർത്തു. ആ വെള്ളം കുടിച്ചതിന് ശേഷം അവൾക്ക് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അച്ഛൻ വിളിച്ച ടൈമിൽ അവശയായി അവൾ തല കറങ്ങി താഴേക്ക് വീഴുന്നു. ശേഷം അച്ഛനെ മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് മഹദിയുടെ മുഖം മായയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിഷ്കളങ്കനായി അഭിനയിച്ച് മായയെ വിവാഹം ചെയ്തു.
അപ്പോൾ സത്യ ഈ പറഞ്ഞതെല്ലാം മായ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് സത്യയോട് പറയുകയാണ്, ഞാനിത് മറ്റൊരാൾക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ഈ കാര്യങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിച്ചോളും. അത് കഴിഞ്ഞ് രാജിനെ ട്രാപ്പിലാക്കാനായി മായ ഒരു പ്ലാൻ ഇടുന്നു. അവൾ വീടിനുള്ളിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു. എന്നിട്ട് മഹദിയെ പോലെ ഒരുങ്ങിയിട്ട് രാജിനെ വിളിക്കുന്നു. എന്നിട്ട് മായ വളരെ സ്നേഹത്തോട് പറയുകയാണ്, ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്കൊരു ഡ്രാമ പോലെ ഇത് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഞാൻ വേണ്ട വേണ്ട എന്ന് പറയും, പക്ഷേ നിങ്ങൾ എന്നെ നിർബന്ധിക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ രാജ് വളരെ എക്സൈറ്റഡ് ആയി ഡ്രൈവറിനോട് സ്പീഡിൽ പോകാൻ ആവശ്യപ്പെടുന്നു. രാജ് വീട്ടിലെത്തുന്നതിന് മുമ്പായി മായ ഒരു സാനിറ്ററി പാഡ് വാങ്ങി ക്യാമറയ്ക്ക് മുമ്പായി വെച്ചു. എന്നിട്ട് വളരെ ക്ഷീണിതയായി അവിടെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാജ് വീട്ടിലെത്തി മായയോട് അടുക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ മായ ഒഴിഞ്ഞു മാറുന്നു. എനിക്കിപ്പോൾ പറ്റില്ല, ഇത് ശരിയാകില്ലെന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. രാജ് വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ മായ പറയുന്നു, നീ മഹദിയെ മനഃപൂർവ്വം കൊന്നതല്ലേ, ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും രാജ് അവന്റെ തനി സ്വഭാവം പുറത്തെടുത്തു. എന്നിട്ട് മായയ്ക്ക് നേരെ വയലന്റ് ആയി ചോദിക്കുകയാണ്, നീ എല്ലാം അറിഞ്ഞല്ലേ, നിന്നെയും കൊല്ലും ഞാൻ, അതിനു മുമ്പ് നിന്നെ ഞാൻ ആസ്വദിക്കും. ഇത് പറഞ്ഞിട്ട് ഒരു ബോട്ടിലെടുത്ത് അവളുടെ തലയ്ക്കടിച്ചു. ശേഷം അവളുടെ മുഖം ടേബിളിൽ വെച്ച് അമർത്തി. അപ്പോഴത്തേക്കും അവളുടെ തലയിൽ നിന്ന് നന്നായി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ശേഷം അവൻ അവളെ റേപ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മായ ഹൈഡ് ചെയ്തു വെച്ചിരുന്ന ഹാമർ എടുത്ത് അവന്റെ തലയ്ക്കടിച്ചു. അപ്പോൾ രാജ് പറയുകയാണ്, എനിക്കിത് തന്നെ വേണം, നിനക്ക് വേണ്ടിയാണ് ഞാൻ മഹദിയെ കൊന്നത്, എന്നിട്ട് നിനക്ക് ഒരു ജീവിതം നൽകി, പക്ഷെ നീ ചെയ്തതോ? ഇത് പറഞ്ഞിട്ട് നിലത്ത് കിടന്ന ബോട്ടിൽ പീസ് എടുത്ത് മായയെ ആക്രമിക്കാനായി മുതിരുമ്പോൾ മായ ചുറ്റിക വെച്ച് വീണ്ടും അടിക്കുന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് നീ ഇത്രയും നാളും അവളെ റേപ്പ് ചെയ്തില്ലേ, ഒടുവിൽ അവളെ കൊന്നില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ പ്രസന്റിൽ മായ ഫ്രണ്ടിനോട് പറയുന്നു, രാജിന്റെ ലോയറിനെ പേടിച്ച് എന്റെ കേസ് വാദിക്കാനായി ഒരു ലോയേഴ്സും തയ്യാറായില്ല, ഒടുവിൽ ഒരുപാട് തിരഞ്ഞതിന് ശേഷമാണ് ഒരു ലോയർ വാദിക്കാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നു, ആ ലോയറിനോട് നീ മഹദിയല്ലെന്ന് പറഞ്ഞു? ഇല്ലെന്ന് മായ മറുപടി നൽകി. ഇതിനുശേഷം കോടതിയിൽ വാദം ആരംഭിക്കുകയാണ്. രാജിന്റെ വക്കീൽ പറയുന്നു, ശരിക്കും എന്റെ കക്ഷിയാണ് ഇത്രയും നാളും കൊണ്ട് അവളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നത്. ഇവിടെ രാജ് അത് മഹദിയല്ല മായയാണെന്ന് വെളിപ്പെടുത്തുന്നില്ല, കാരണം അവൻ ചെയ്തത് ഇല്ലീഗലാണ്, അത് ലോയറിനും അറിയാം. ശേഷം മായ എവിഡൻസായി കളക്ട് ചെയ്ത വീഡിയോ മായയുടെ ലോയർ കോടതിക്ക് മുമ്പാകെ കാണിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്തെല്ലാം ടെക്നിക്കുകൾ ഉണ്ട്, നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് കോടതിക്ക് മുമ്പാകെ കൊണ്ടുവന്നിരിക്കുകയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഡബ്ബിങ്ങും കൂടെ ചെയ്യാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മായയുടെ വക്കീലിനോട് നിങ്ങളുടെ ഇത് എത്രാമത്തെ വാദമാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ വക്കീൽ ഇത് ആദ്യത്തെയാണെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വക്കീൽ അവനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആദ്യത്തെയാണല്ലേ, കുറച്ചെങ്കിലും പഠിച്ചിട്ട് വേണ്ടേ വരാനെന്ന് പറഞ്ഞ് അപമാനിക്കുന്നു. ഒടുവിൽ മായയുടെ ലോയർ വളരെ വികാരഭരിതനായി സാക്ഷിക്കൂട്ടിൽ കയറിയിട്ട് പറയുന്നു, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. ഇവിടെ എത്രയെത്ര ഭാര്യമാരാണ് റേപ്പിനിരയാകുന്നത്. അവർ കുടുംബത്തെ ഓർത്ത് സമൂഹത്തിനെ വിചാരിച്ച് പുറത്തോട്ടൊന്നും പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നു. ഇനി മറ്റൊരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ റേപ്പ് നടന്നെന്നുള്ള കാര്യമെങ്കിലും മറ്റുള്ളവർ അറിയും. എന്നാൽ ഒരു ഭാര്യയാണെങ്കിൽ സമയവും കാലവും നോക്കാതെ അവന്മാരിൽ നിന്നും പീഡനവും സഹിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന മട്ടിൽ അവന്മാർക്ക് വെച്ച് വിളമ്പി കൊടുക്കണം. കാലാകാലങ്ങളായി അവർ മിണ്ടാപ്രാണികളെ പോലെ എല്ലാം സഹിച്ചു കഴിയുകയാണ്. ഇനി ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക് ഒരു ഭയം വരണം, എത്ര വലിയവനാണെങ്കിലും അവനെ ശിക്ഷിക്കണം. ഇതെല്ലാം കേട്ടപ്പോൾ ഓപ്പോസിറ്റ് ലോയറിന്റെ വൈഫ് എഴുന്നേറ്റ് കൈയടിക്കുന്നു. എന്നിട്ട് അവൾ കരങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മായയുടെ ലോയർ ഓപ്പോസിറ്റ് ലോയറിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇങ്ങനെയുള്ള ഒരുത്തിനെ സഹായിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് കേട്ട് ആ ലോയർ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് മാപ്പ് ചോദിക്കുന്നു. പിന്നീട് മായ അടിമുടി മഹദിയായി മാറിയിട്ട് മഹദിയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മഹദിക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാര്യമുണ്ടോ? സത്യസന്ധമായ സ്നേഹത്തിന് വേണ്ടി ഞാൻ മഹദിയായിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതിൽ ഞാൻ സന്തോഷവതിയാണെന്ന് മായ മറുപടി നൽകി. അതിനുശേഷം കാണിക്കുന്നത് കോടതി രാജിന് 10 വർഷത്തെ തടവിന് വിധിക്കുന്നു. ശേഷം മായ വക്കീലിന് നന്ദി പറയുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, ആട്ടെ നിങ്ങളുടെ പേരെന്താണ് മഹദി മേഡം? അത് കേട്ടപ്പോൾ മായ ഷോക്കായി. കാരണം മായ ഞാൻ മഹദിയല്ലെന്നുള്ള സത്യം വക്കീലിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് മായ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു, ഞാൻ മഹദിയുടെ മുറച്ചെറുക്കനാണ്, അതായത് മായയ്ക്ക് ചോറ് വാരി കൊടുത്ത ആ അമ്മായിയുടെ മകൻ. ഇതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു.